കൃഷി പോയിട്ട് ചാനൽ ചോറിന് ഇപ്പം നിങ്ങളുടെ കാണിക്കാൻ തോന്നിച്ചാൽ ഇത് കണ്ടില്ലേ. പിന്നെ ഇവിടെ ഇപ്പോൾ ഞാനൊരു മരുന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അരിച്ചിട്ടിലേക്ക് കോവക്ക പുഴു വരുന്നുണ്ട്. പിന്നെ കായെല്ലാം പൂട് പിടിക്കാനും കായ വണ്ണം വെക്കാനും വേണ്ടിയിട്ടുള്ളൊരു മരുന്ന് ഞാൻ മുമ്പേ ഉണ്ടാക്കി വെച്ചതാണ്. അതിൻ്റെ അകത്ത് കുറച്ച് അരിച്ചിട്ട് അത് എടുക്കട്ടെ. ഇതിനകത്ത് ഇത് കുറച്ച് ഇതെന്ന് വെച്ചാൽ വെല്ലവും കഞ്ഞിവെള്ളവും മോരും കൂടി ആക്കിയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ എടുത്തിട്ട് വെച്ച മരുന്ന ഇത്. ഇനി ഞാനിപ്പം ഒരളവിന് ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 50 ഗ്രാം എടുക്കുന്നുണ്ട്. ഒരു 50 മിനിറ്റ് 1 ലിറ്റർ വെള്ളത്തിൽ ഇതാ 1 ലിറ്റർ വെള്ളം ഇതിനകത്ത് ഇത് ഒഴിക്കട്ടെ. ഇത് ഒഴിച്ചിട്ട് പച്ചവെള്ളം കുറച്ച് വേപ്പെണ്ണ പുഴു വരുന്നുണ്ട്. കായ് പുഴു തിന്നു. ആ കായ് പുഴുവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വേപ്പെണ്ണയും കൂടി വെക്കുന്നുണ്ട്. കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഒരു 5 മില്ലി അല്ലെങ്കിൽ ഒരു 10 മില്ലി ഒഴിച്ചാൽ മതി വേപ്പെണ്ണ. അതും കൂടി എടുത്തിട്ട് ഇതിൽ ഒഴിക്കട്ടെ. 1 ലിറ്റർ വെള്ളത്തിലേക്കായി ഇത് കൊണ്ടുപോയി അടിച്ചു കൊടുക്കട്ടെ. അത് നല്ല പഴുപ്പെല്ലാം എന്നാൾ വല്ല പോയെല്ലാം പഴുത്ത് മോശമായി പോയതാണ്. അതെല്ലാം ഇപ്പം കൂടി നോക്കുമ്പോൾ ഇത് നല്ല ഉഷാറായിട്ട് വന്ന് കായെല്ലാം പിടുത്തം തുടങ്ങിയിട്ടുണ്ട്. നല്ല കായ് പിടുത്തമുണ്ട്. പക്ഷേ പുഴു വന്നിട്ട് ആ കായ് ദേശം കുത്തിക്കളിയും. അതിനൊരു മരുന്നായത് ഇത് അടിച്ചു കൊടുക്കാനാണ് നോക്കുന്നത്. ഇത് നമുക്കൊന്ന് ഇത് കൊണ്ട് അടിച്ചു നോക്കാം. അടിച്ചോ അമ്മേ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ ഇങ്ങനെ അടിക്കാൻ വേണ്ടി നോക്കലാണ്. ഇത് അടിച്ചു കൊടുക്കട്ടെ. ഇത് വേണ്ട നല്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ടുണ്ട്. ഇപ്പോൾ ആ പഴുപ്പെല്ലാം മാറി എല്ലാം ഒരുപാട് കായ് പൊട്ടാൻ തളയെല്ലാം പൊട്ടി മുറ്റി നല്ലോണം ഉഷാറായിട്ട് രോഗം മാറി. കേട്ടില്ലേ, നല്ലോണം പടന്ന് ഇനിയിപ്പോൾ ഒരാഴ്ച കൂടി കഴിയുമ്പോൾ നല്ല ശരിക്ക് നല്ല ചുക്കായിട്ട് വരും. ഇപ്പം തന്നെ നല്ല ചുക്കായിട്ട് വന്നു. ഇത് നല്ലൊരു മരുന്നാണ്. ഇനി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുഴു അങ്ങ് പോയാൽ പിന്നെ നല്ല അടിപൊളി കോവക്ക ആയിരിക്കും. ഇപ്പം കണ്ടില്ലേ, കോവക്കേൻ്റെ ഉഷാറ് കണ്ട. ഇപ്പം മുമ്പ് നിങ്ങൾ കണ്ടതിലൊന്നും ഇല്ലേനല്ലോ. ഇപ്പം ഒരു തണ്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം കണ്ടില്ലേ, തിരിയെല്ലാം നല്ല ഉഷാറോടെ വരുന്നുണ്ട്. എൻ്റെ എല്ലാം തിരി വളർന്ന് ഓടി വരുന്ന കണ്ട. അങ്ങനെ ഇന്നെല്ലാം പൊട്ടി വരുന്നതാണ്. ഇപ്പം അങ്ങനെ വന്നിട്ടാണ് ഇതിപ്പം കണ്ടില്ലേ. നല്ല അടിപൊളിയായിട്ട് നല്ല സുഖമായി നല്ലോണം പടന്ന് തലയെല്ലാം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതെല്ലാം നല്ലപോലെ വളർന്ന് ഇങ്ങനെ പടന്ന് കൂടിയിട്ട് കായ് ഇനിയിപ്പോൾ ആ തല പൊട്ടുന്നതിൽ തേച്ചും കായ് ഉണ്ടാവും. ഇതാണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളിത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ, ഇതിവിടെ കണ്ട രണ്ട് പപ്പായ മരം ഉണ്ട്. ഇവിടെ
ഇതൊരു നാരങ്ങയാണ്, നാരാണ്. ഇത് കണ്ട, ഇതൊരു മാതളി നാരങ്ങ. ഇത് കണ്ട, നാരാണ് ഇത് ഉണ്ടായില്ല, കഴിഞ്ഞാൽ ഞാൻ കുട്ടി കളഞ്ഞതാണ്. ഈ കപ്പ വേണ്ട, പപ്പായ മരം കണ്ട, നാടിയുണ്ട് കണ്ട, ഒന്നങ്ങ് അപ്പുറം ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് പപ്പായ മരം, ഒരുപാടുണ്ട്. പിന്നെ നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായില്ല, ഉണ്ടാവാൻ തുടങ്ങുന്നത്രേ, ഒരുപാട് ചോലയിലായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പം കണ്ടില്ലേ. ഇപ്പോൾ ഇപ്പോൾ കണ്ട ചേമ്പ് കണ്ട, ചേമ്പ് ഇത്തിരി നന്നായിട്ടുണ്ട്. കണ്ട ചേനക്ക് എന്തോ ഒരു കേട് വരുന്നുണ്ട് കണ്ട, അസുഖമില്ലാണ്ട് വരുന്നുണ്ട്. അതിലുമുണ്ട്, അത് പുറത്ത് നട്ടതിനുമുണ്ട്, എല്ലാം ഉണ്ട്. എന്തോ ഒരു അസുഖമാണ് ഇപ്രാവശ്യം, എന്തോ അസുഖം ബാധിച്ചിട്ടുണ്ട്. എന്താ പറ്റിയെന്നറിയില്ല. ഇത് കണ്ട, ഇഞ്ചി കണ്ട, ഞാൻ നട്ട ഇഞ്ചിയാണ് കണ്ട. ഇത് കണ്ടില്ലേ, ഇത് കൂർക്കൊക്കെ കാണാൻ. ഇത് മഞ്ഞൾ കണ്ടില്ലേ, ഇത് കൂർക്ക വിത്ത് പൊടിപ്പിക്കാൻ വേണ്ടി നട്ട കൂർക്കയാണ്. അത് നന്നാകുന്നുണ്ട് കണ്ടില്ലേ. അപ്പക്കിഴങ്ങ് വേണ്ട, നിങ്ങൾ കണ്ട, അപ്പക്കിഴങ്ങ് വേണ്ട. ഇത് വേണ്ട, ഇത് കപ്പ. ഇത് പൊട്ടിപ്പോയതായിരുന്നു, അതങ്ങനെ അവിടെ വെച്ചതാണ്. വാഴക്കൊല വേണ്ട, ഓട്ടാനായിട്ട് വാഴക്കൊല വേണ്ട. കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു, ഞാൻ കാണുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ആടിയുണ്ട്, ഒന്ന് ഇപ്പുറത്തുണ്ട്, കൊലയുണ്ട്, ഒരുപാട് കൊലകളുണ്ട് കണ്ട. പിന്നെ ഒന്ന് അങ്ങ് മേലോട്ടൊന്നും എനിക്ക് പോകാൻ കഴിയില്ല, മുകളിലുണ്ട് വാഴക്കൊലയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കഴുങ്ങിന് അടക്കയുണ്ടായിട്ടുണ്ട, എന്നൊക്കെ മറ്റേ കൊല രണ്ടും പോയി. ആ ഒരു കൊല ബാക്കിയായിട്ടുണ്ട്. ഇനിയുള്ളതേ ശരിയാവും. ആദ്യത്തെ കൊല അങ്ങനെ തന്നെയാണ് പോവുക, ആദ്യം ഉണ്ടായ കൊലയിൽ അങ്ങനെ തന്നെയാണ് പോവുക. ഇനിയുള്ള കൊലയെ നന്നാവുള്ളൂ. വാഴ ഇഷ്ടംപോലെ കായിലും ഇഷ്ടംപോലെ ഉണ്ട്. ഇതെല്ലാം പറിച്ച് കുഴിച്ചിട്ടിട്ടാകുമ്പോൾ നിങ്ങളൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം കണ്ടില്ലേ, ഇതെല്ലാം കാണുമ്പോൾ ഒരു ഭംഗി തന്നെയാണ്. ചേമ്പ്, ഇത് ചേമ്പാണ്. ഇത് കണ്ട, അത് വെള്ളച്ചേമ്പ് എന്ന് പറയും, ഒരു തരം ചേമ്പാണ് ഇത് കണ്ട, ഇതും ചേമ്പാണ് കണ്ട. ഇതതിനെ നടുക്കായിപ്പോൾ, ഇതിനൊന്നും പടുക്കാൻ പറ്റില്ല. അതിപ്പം ആരും പണിക്ക് വന്നിട്ടാകുമ്പോൾ ഇട്ട് പൊരിച്ച് കുഴിച്ചിട്ടാന്ന് വെച്ചിട്ടാണ്. ഇത് കണ്ടില്ലേ, ഇത് വെള്ളച്ചേമ്പ് എന്ന് പറയും. ഈ ചേമ്പിനാണ് വെള്ളച്ചേമ്പ് എന്ന് പറയുക. ഇത് കണ്ടില്ലേ, ഇത് മഞ്ഞൾ കാണുന്നില്ലേ, ഞാൻ നട്ട് തോല് വെച്ച് കൊടുത്തത്. ഇത് കണ്ട, ഇപ്പം മഞ്ഞൾ നട്ടതിന് ശേഷം തോല് വെച്ച് കൊടുത്ത്. ഇത് രണ്ട് മുളകും ഇത് കഴിഞ്ഞാലത്തെ പിന്നെ ഇതാണ് വഴുതനയാണ്. അത് ഞാൻ കണ്ട് കൊത്തി മുറിച്ചിട്ട് ഇപ്പോൾ അത് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ട, കഴിഞ്ഞാലത്തെ രണ്ടെണ്ണം ബാക്കിയുണ്ടായിരുന്നു, അത് രണ്ടും ബാക്കി ഉണങ്ങിപ്പോയിന്. ഇത് കണ്ട, ഇത് ഞാൻ അതിൻ്റെ അകത്ത് തണ്ട് കൊത്തിയിട്ട് കുഴിച്ചിട്ടത്. ഇത് കണ്ട, അതിൻ്റെ അകത്ത് ഒരു തണ്ട് കൊത്തിയിട്ട് അതിൻ്റെ തണ്ടിൻ്റെ അകത്തൊന്നും മുറിച്ചിട്ട് കുഴിച്ചിട്ടത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്താണ് ഞാൻ അടുത്തിട്ട്, ഇതിൻ്റെ അകത്താണ് ഞാൻ ഇതേപോലത്തെ ഇതാന്ന് എടുത്തിട്ട് ഞാൻ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് കൊണ്ട് നട്ടത് ഇന്നലെ. ഇത് കണ്ടില്ലേ, ഞാൻ ചേമ്പുണ്ട് ഒരുപാട് കാണുന്നില്ലേ. അതൊന്നും ഇപ്രാവശ്യം ഒന്നങ്ങാടിയുണ്ട് ചേമ്പ്. കരിവേപ്പില വേണ്ട, ഇഷ്ടംപോലെ കപ്പ വേണ്ട, പപ്പായ വേണ്ട, ഉണ്ടില്ലേ പപ്പായ കണ്ടില്ലേ. പപ്പായ ആട് നല്ല ഉണങ്ങിപ്പോയി, ചീഞ്ഞു പോയി ഇപ്രാവശ്യം മഴക്ക്. പിന്നെ ഒരുപാട് പപ്പായ ഉണ്ടാവും, ഞാൻ നല്ല പൊട്ടിയിട്ടും പൊളിഞ്ഞിട്ടെല്ലാം പോയി. ഇനിയിപ്പം പുതിയത് ഉണ്ടാവണത്രേ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ എല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, എനിക്ക് അത്രേ പറയാനില്ല. എല്ലാവരും ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, പിന്നെ കമൻറ്റ് എല്ലാം നല്ല കമൻറ്റ്സ് ഇടണം. ലൈക്ക് അടിക്കാനും മറക്കരുത്, കമൻറ്റ് ഇടാനും മറക്കരുത്. പിന്നെ ഒരു ഹൈപ്പും കൂടിയുണ്ട്, ഒരാഴ്ചക്ക് 3 പ്രാവശ്യം ഒരാൾക്ക് അടിക്കുക. ആ 3 പ്രാവശ്യം മാത്രമേ അടിക്കാതെ, ആ 3 പ്രാവശ്യം അടിക്കുക. ആ ഹൈപ്പും കൂടി ഒന്ന് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.